ഇന്നൊരു ബ്രക്കോളി റെസിപ്പിയാണ്. അതാ ബ്രക്കോളി, ഇതെല്ലാവർക്കും അറിയായിരിക്കും, സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. പച്ചക്കറി കടയിൽ മിക്കയിടത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര നല്ലതാണ് കൊച്ചു കുട്ടികൾക്ക് തൊട്ട്, കൊച്ചുകുട്ടിയെ തീരെ കുറച്ചല്ല, എന്നാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ്. ഒരുപാട് മിനറൽസും വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഇതിലിങ്ങനെ ഉള്ളിലിത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ പൊളിച്ചിട്ട് ഉള്ളിൽ മഞ്ഞ കളറുള്ളത്, ഇത് മഞ്ഞയല്ല കേട്ടോ, മഞ്ഞ കളറുള്ള ഇത് ശരിക്കും ആയി വരണുള്ളൂ. ഇതിലെങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല, ഗ്രീൻ കളർ തന്നെയാണ്. യെല്ലോ കളർ ഉള്ളിലുള്ളത് മേടിക്കരുത് എന്ന് പറയാം, അതിന് അങ്ങനെ ഗുണമില്ല പോലും. അപ്പോൾ ഇതൊരു 1 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്തെടുക്കണം നല്ലത്. ഒരുപാട് ചിലരിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമൊക്കെ കാണാം, അതൊന്നും അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ മിനറൽസൊക്കെ നശിച്ചു പോകും. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് നല്ലത്. അതിന് ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കുക. വെള്ളം ഓൾറെഡി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യണം. വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. പെട്ടെന്ന് കുക്കാവും. ഇത് ഭയങ്കര നല്ലതാണ്. ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് അസുഖത്തിന് നല്ലതാണിത്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും പിന്നെ ഡയറ്റൊക്കെ ചെയ്യണവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ബ്രക്കോളി ബട്ടർ ഗാർലിക് ബ്രക്കോളി ഉണ്ടാക്കാം. അതൊരു സാലഡ് പോലെയാണ്, അങ്ങനത്തെയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വേറെ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ചൂടായി നമുക്ക് ബട്ടർ ഗാർലിക് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടായി, ബട്ടർ ഇങ്ങനെയാകുമ്പോൾ ഇവിടെ പിള്ളേരും കഴിച്ചോളൂ. അങ്ങനെ കുട്ടികളെ കഴിപ്പിക്കാൻ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കലുണ്ട്. പക്ഷെ അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടുമെന്നറിയില്ല. അതാ ഗാർലിക്കും ചില്ലി ഫ്ലെക്സുമാണ്. ചില്ലി ഫ്ലെക്സ് ശരിക്കായിട്ടില്ല, ഒരു ഇതിൽ അങ്ങനെ വെക്കുക. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഇടുന്നതാണ് നല്ലത്. നമുക്ക് എൻ്റെ അടുത്ത് ചില്ലി ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോപ്പറിൽ ഗാർലിക്കും ചില്ലിയും കൂടി ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബ്രക്കോളി ഇടാം. ബ്രക്കോളി ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തായിരുന്നു. ഓവർ കുക്ക് ചെയ്യണ്ട, അപ്പോൾ അതിൻ്റെ മിനറൽസൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ബ്രക്കോളി മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യണ്ട, കാരണം ഞാൻ സ്റ്റീം ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്നാകാവുന്നത്, പെട്ടെന്ന് വെന്ത്. ഇനി നമുക്ക് ആവശ്യത്തിന് സോൾട്ടും കുറച്ചിട്ടാൽ മതി. പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ നല്ല വെജിറ്റബിൾ. ഇത്തിരി പഞ്ചസാര നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. നമ്മുടെ ബട്ടർ ഗാർലിക് ബ്രക്കോളി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സ്റ്റീം ചെയ്തിട്ടെടുത്തിട്ടാണ് ഇട്ടത്, അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി. അങ്ങനെ അല്ലാതെ നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ച് ബട്ടർ ഒഴിച്ച് അത് മെൽറ്റായതിന് ശേഷം ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ബ്രക്കോളി ചെറുതായി കുറച്ചും കൂടി ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയാവുന്ന വളരെ ഹെൽത്തിയാണ്, സൂപ്പറാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം, നല്ല ടേസ്റ്റുമാണ്.